ഹലോ ഗുഡ് മോർണിംഗ് സലാഡ്. ഇത് ഇന്ന് ഞാൻ ഇന്ത്യൻ എംബസി പോവാണ്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ ബത്താവൂത്തിൽ നിന്ന് ഇന്ത്യൻ എംബസി വരെ പോകുന്നത് എങ്ങനെയാണെന്നുള്ള ട്രാവൽ ജേർണി ഞാൻ പറഞ്ഞുതരാം. എത്ര അമൗണ്ട് ആവുമെന്ന് പറയാം. ഓക്കെ, അത് ഞാൻ ഒന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് ആക്കട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ഓക്കെ ഗായ്സ്, ഞാൻ റെഡി ആയിട്ട് അപ്പോൾ അമ്മ ഈ പ്ലേസിൻ്റെ പേര് ജെറുസലേം ഉസൈൽ ബത്താവൂത്ത്. ഇപ്പോൾ കറക്റ്റ് ടൈം 8 o'clock ഇവിടുന്ന് ഇറങ്ങി ജസ്റ്റ് ഒരു 1 minute വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. അടുത്ത് തന്നെ ബസ്സുണ്ട്. 28 or 21 ബസ് നമ്പറിൽ കയറാം. നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ, വെറൈറ്റി അല്ലേ. അവിടെ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിലോട്ടാണ് നടന്നു പോകുന്നത്. ബസ് പിന്നെ ബസ്സിൽ കയറി ഉണ്ടാവും, ജസ്റ്റ് ടാപ്പ് ചെയ്യാം. ഓക്കെ, 8 ഷെക്കേൽ. ഇവിടെ 1 ഷെക്കേൽ എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി 29 rupees. സോ ഫൈനലി ടോട്ടൽ എത്ര കോസ്റ്റായി ട്രാവലിന് ഞാൻ പറയാം. നമുക്ക് ഈ കാർഡ് 1 time ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1 hour വരെ ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ ജേർണി ബസ് മാത്രമല്ല, നെക്സ്റ്റ് മെട്രോ ട്രെയിൻ, ദെൻ ബസ്, ദെൻ ലോക്കൽ ട്രെയിൻ, അങ്ങനെ കുറേ ട്രാവൽ ഉണ്ട്. സോ ഇതിപ്പോൾ 5 stopന് മാത്രമാണ് 8 ഷെക്കേൽ. ഇനി വരുന്ന ട്രാവൽസ് നോക്കാൻ പറ്റും. അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് എത്തി. ഇതാണ് മെട്രോ സ്റ്റേഷൻ. ഇത് എഫ്നോ മെട്രോ സ്റ്റേഷൻ ആണ്. ഇനി ഞാൻ ഇവിടുന്ന് ജെറുസലേം സെൻട്രൽ സ്റ്റേഷൻ പോകണം. ഇതൊക്കെ സ്കൂൾ സ്റ്റുഡൻസ് ആണ്. സ്കൂൾ സ്റ്റുഡൻസ്, ഇതാണ് ഇവരുടെ യൂണിഫോം. മോർണിംഗ് 8:30 ആയല്ലോ, എല്ലാവരും സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്നത്. അങ്ങനെ മെട്രോ ട്രെയിൻ എത്തി. അങ്ങനെ മെട്രോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനി ലോക്കൽ ട്രെയിനിന് പോകണം, എരുശലേം. ഓക്കെ, ഈ നെക്സ്റ്റ് സ്റ്റോപ്പ് മോർണിംഗ് നല്ല റഷാണ്. റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിന് നമ്മൾ ഇവിടുന്ന് തന്നെ പേ ചെയ്യണം. താങ്ക് യു. 23 ഷെക്കേൽ മിനിമം ചാർജാണ്. ഇവിടുന്ന് എവിടെ പോവുകയാണെങ്കിലും ഇവിടെ എല്ലാം മിനിമം ചാർജാണ്. നമ്മളൊരു 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയാലും ഒരു 10-15 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയാലും മിനിമം ചാർജാണ്. സെക്കൻഡ് പ്ലാറ്റ്ഫോം 724 ട്രെയിൻ നമ്പർ. ലോക്കൽ ട്രെയിനാണ്. 8:39 സെക്കൻഡ് പ്ലാറ്റ്ഫോം 724 ട്രെയിൻ നമ്പർ. ഓൾറെഡി ഇപ്പോൾ 8:38, 1 minute ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ട്രെയിന് പോകും. ട്രെയിൻ
മുകളിൽ പോവാം. അങ്ങനെ ട്രെയിനിൽ കയറി ട്രെയിൻ മൂവ് ആവാൻ തുടങ്ങി. ഇത് ടണലിൻ്റെ അകത്താണ് ട്രെയിൻ പോകുന്നത്. സോ നമുക്ക് ഒരു വ്യൂ ഇവിടുന്ന് കാണില്ല. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ഗായ്സ് ഇടുവല്ലേ. എനിക്കിനി ഞാൻ 30 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. സോ ഇനി 9-10 ആ ഒരു ടൈമിൽ ഐ വിൽ ബി റീച്ച് ദർ. അവിടുന്ന് 62 ഐ തിങ്ക് സോ ബസ് നമ്പർ. അവിടുന്ന് ഇന്ത്യൻ എംബസി ഒരു 10 to 15 മിനിറ്റ്സ് ഉണ്ട് അവിടുന്ന്. അങ്ങനെ ഇന്ത്യൻ എംബസി എത്തും. ട്രെയിൻ ഫുള്ളും സ്റ്റോപ്പായാൽ മാത്രമേ ഡോർ ഓപ്പൺ ആവത്തുള്ളൂ. അതുകൊണ്ട് ആക്സിഡൻ്റൊക്കെ കുറേയും കൂടി കുറയ്ക്കാൻ പറ്റും. ഈ ഓടിച്ചാടി കയറിക്കുന്ന പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. കറക്റ്റ് ടൈമിൽ നിൽക്കും, കറക്റ്റ് ടൈമിൽ ട്രെയിൻ എടുക്കും. അതിന് മുമ്പ് ട്രെയിനിലോട്ട് കയറിക്കോണം, അത്രയേ ഉള്ളൂ. അങ്ങനെ അഹാന, ഈ സ്റ്റോപ്പിൻ്റെ പേര് അഹാന. അങ്ങനെ അഹാന റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇവിടുന്ന് ടെർമിനൽ 4 ബസ് നമ്പർ 4 അവിടുന്ന് ഇന്ത്യൻ എംബസി പോകണം. അപ്പോൾ ഞാൻ എക്സിറ്റ് നോക്കി തപ്പി നടക്കാം. ഇനി എക്സിറ്റ് കണ്ടുപിടിച്ച് പുറത്തിറങ്ങി ഇനി ബസ് സ്റ്റോപ്പ് കണ്ടുപിടിച്ച് അവിടുന്ന് നമ്പർ 4 ബസ്സിൽ കയറി ഇന്ത്യൻ എംബസി എത്തണം. എൻ്റെ അപ്പോയിൻമെൻറ്റ് 9 to 11. അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയാൽ മതി. എന്തായാലും 10 മണിക്കുള്ളിൽ ഞാൻ അവിടെ എത്തുമായിരിക്കും. നോക്കാം. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ എല്ലാം ഡബിൾ ടക്കർ ട്രെയിനാണ്. അപ്പോൾ ഒരുപാട് നമുക്ക് സ്പേസ് ഉണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാം. പാസഞ്ചേഴ്സിന് ഭയങ്കര കംഫർട്ടാണ് ട്രാവൽ ചെയ്യുമ്പോൾ. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. ട്രാൻസ്പോർട്ടേഷൻ കിടിലമാണ് ഇവിടുത്തെ. നമ്മൾ ഈ ടാപ്പ് എടുത്തിട്ട് ഓപ്പൺ ആക്കും. മാത്രമേ നമുക്ക് പുറത്തോട്ട് എക്സിറ്റിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ട്രാപ്പ് ആവും. അത്രയേ ഉള്ളൂ. അങ്ങനെ ബസ് കയറി ടയേർഡായി. അഹാന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഗോഡാൻ ബീച്ചാണ്, അവിടെയാണ് ഇന്ത്യൻ എംബസി ഉള്ളത്. അപ്പോൾ അവിടേക്ക് എത്താൻ മൊത്തം 16 സ്റ്റെപ്പാണ്. പക്ഷേ ഈ 16 സ്റ്റെപ്പിനും നമ്മൾ 8 ഷെക്കേൽ 1 ടൈം പേ ചെയ്താൽ മതി. 1 അവർ വരെ നമുക്ക് 1 ടൈം പേ ചെയ്താൽ മതി. അത് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയാലും 16 സ്റ്റോപ്പ് കഴിഞ്ഞ് ഇറങ്ങിയാലും സെയിം മിനിമം ചാർജ് ആണ് ഇവിടെ. 8 ഷെക്കേൽ 1 ടാപ്പ് 1 അവർ. ബട്ട് ബൈ ബസ്സിനും സെപ്പറേറ്റ്, ബൈ ട്രെയിൻ സെപ്പറേറ്റ്, ബൈ മെട്രോ ട്രെയിൻ സെപ്പറേറ്റ്, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ടാപ്പ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അടുത്താണ് ബീച്ച് ഉള്ളത്. ബീച്ചും കൂടി ടൈം കിട്ടുകയാണെങ്കിൽ ബീച്ചും കൂടി ഒന്ന് പോയിട്ട് വരാനുള്ള പ്ലാൻ ഉണ്ട്. നോക്കാം. വയ്യാണ്ടായി. 2 hours ട്രാവൽ. 9:52 AM ടൈം. ഇന്ത്യൻ എംബസി എത്തി. കുറേ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ സംതിങ് ഒരു വൈബ്. ഇതാണ് ഇന്ത്യൻ എംബസി. അങ്ങനെ 30 മിനിറ്റ്സിൽ പരിപാടി കഴിഞ്ഞു. ഡോക്യുമെന്റേഷൻ, സിഗ്നേച്ചർ, എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും തിരിച്ച് ഞാൻ ബാക്ക് ടു മൈ റൂം പോവാ. ട്രാഫിക് ജെറുസലേം ഹിൽ സ്റ്റേഷനാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്ലോപ്പ് വരുന്നത്. ഇതാണ് എൻ്റെ സ്റ്റോപ്പ്, മൗണ്ട് ഹെർസൽ.
അപ്പോൾ ഒരു 10 minutes നടന്നു കഴിഞ്ഞാൽ എൻ്റെ റൂമെത്തും. അങ്ങനെ നല്ല ജേണി അല്ലേ? ഓ വാ, എനിക്ക് ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ഊട്ടി കൊടൈക്കനാൽ വെതറാണ്, നല്ല തണുപ്പുണ്ട്. ஓ ஃபைனலி நான் என்னோடய ரூமுக்கு ரீச் ஆகிட்டேன். ஸோ டோட்டல் ஃபேர் உங்ககிட்ட சொல்கிறேன். நான் இன்றைக்கி ஃபஸ்ட் டைம் கிடையாது, நான் நேற்றுக்கே இந்தியன் எம்பசி போயிருந்தேன். என்னோடய ஃபார்ம் சிக்னேச்சர் பவர் ஆஃப் அட்டானியில் சைன் போடுறதுக்காக போயிருந்தேன். பட் அன்றைக்கே அவங்க உங்களோட டாக்குமெண்ட் தரமாட்டாங்க. ஸோ செகண்ட் டேவும் வந்துட்டு நீங்கள் இந்தியன் எம்பசி போகிற மாதிரி இருக்கும். ஸோ டோட்டல் காஸ்ட் என்னங்கிறது சொல்கிறேன். ஒன் சைடு நீங்கள் ஜெருசலேம்லேருந்து இந்தியன் எம்பசி போகிறதுக்கு 47 ஷெக்கேல் ஆகும். ஸோ டபுள் சைட் அப் அண்ட் டவுன் வரும்போது 94 ஷெக்கேல் ஆகும். ப்ளஸ் 80 ஷெக்கேல் வந்துட்டு அங்கே இருக்கிற ஃபேர், நம்மளோட ஒர்க் அவங்க பண்ணி தரதுக்கு 80 ஷெக்கேல் அங்கே வந்துட்டு சார்ஜ் இருக்குது. ப்ளஸ் செகண்ட் டேவும் நீங்கள் ட்ராவல் பண்ணி போயிட்டு வர்றதுக்கும் தேர்ஃபோர் டோட்டல் 268 ஷெக்கேல். தட் மீன்ஸ் 7,772 சம்திங் ருபீஸ். ஸோ அரௌண்டாக 8,000 ருபீஸ் இந்தியன் ருபீஸ் உங்கள் கையில் வேணும். ஸோ உங்களுக்கு இந்தியன் எம்பசியில் ஏதாச்சும் ஒரு ஒர்க் நடக்கணுமா இருந்தால் 8,000 to 9,000 ருபீஸ் உங்கள் கையில் சாலிடாக இருக்கணும். இதெல்லாம் முடிச்சாச்சு. இனி இந்த டாக்குமெண்ட்டை நான் இந்தியாவுக்கு சென்ட் பண்ணணும்னா இங்கே ஸ்பீட் போஸ்ட்டுக்கு வந்துட்டு 45 to 50 ஷெக்கேல் தான் வந்துட்டு சார்ஜ் வருது. நான் இனி சர்ச் பண்ணி இங்கேருந்து யாராச்சும் இந்தியா இந்த வீக் போகிற மாதிரி இருந்தால் அவங்க கையில் கொடுத்து விடுவேன். அப்படி இல்லைனா ஸ்பீட் போஸ்ட்டில் வந்துட்டு அனுப்புகிற மாதிரி தான் இருக்கும். அப்படி என்னோடய ஒர்க் எல்லாம் முடிச்சிட்டேன் கைஸ். தேங்க்யூ, பாய் பாய்.